എന്താണ് ഈ തീ കത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ലോക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മെത്തേഡാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ പുള്ളിക്ക് വരുന്ന നട്ട് ചൂടാക്കി അഴിക്കുന്ന ഒരു രീതിയാണിത്. കുറച്ച് കോട്ടൺ വേസ്റ്റിൻ്റെ അകത്ത് ഡീസൽ മുക്കി ആ പുള്ളീൻ്റെ അകത്ത് വരുന്ന നട്ടിൻ്റെ മേലെ വെച്ച് ഒന്ന് കത്തിക്കുക. ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ആ നട്ടിൻ്റെ ഭാഗം ചൂടാവും. ഈ പുള്ളിയും നട്ടും ഒരു അലങ്കിയും ഒരു റിംഗ് സ്പാനർ ഉപയോഗിച്ച് അഴിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇതെന്തുകൊണ്ടോ പിടിച്ചു പോയിട്ടുണ്ട്. ഇത് ഒരുപാട് തവണ നോക്കി. ഇതിൽ WD-40 തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇത് അഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു ലോക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അഴിക്കുകയാണ്. ഇപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും, ഓൾട്ടർനേറ്ററിനെ കാണാൻ പറ്റും നമുക്ക്. തീ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഡീസൽ ഒഴിച്ച് കത്തിക്കരുത്. വളരെ കുറച്ച് ഡീസൽ മാത്രം ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ച് കത്തിച്ചാൽ ആ നട്ടിൻ്റെ ഭാഗം ചൂടാവും. ഇപ്പോഴേ നമ്മളൊരു C ക്ലാമ്പ് ഉപയോഗിച്ച് ഈ ഓൾട്ടർനേറ്റർ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 24-ൻ്റെ ഒരു റിംഗ് സ്പാനറാണ് ഈ കാണുന്നത്. പിന്നെ ഒരു അലങ്കിയുണ്ട്, നടുക്ക് ഒരു അലങ്കിയുണ്ട്. അലങ്കി സെൻട്രൽ പോർഷനിലാണ് വരിക. അലങ്കി അവിടെ വെച്ച് റിംഗ് സ്പാനർ ഔട്ടറായിട്ട് കണക്ട് ചെയ്യുക. അലങ്കിക്ക് ലിവറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പും കൂടി ഉപയോഗിക്കാം. ഇപ്പോൾ പൈപ്പ് ചേർത്ത് വെച്ച് 24-ൻ്റെ റിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ അഴിക്കാൻ പറ്റും. ഇത് ഗ്യാസ് ഉപയോഗിച്ചും ചൂടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഡീസലിന് പകരം പെട്രോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഡീസലാണ് കുറച്ചും കൂടി സേഫായിട്ടുള്ളത്. ഒരു കാരണവശാലും ഡീസൽ അതിലേക്ക് ഒഴിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.